ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ കാണുന്ന സൈറ്റിൽ നമുക്ക് ചെറിയൊരു കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റിനെ പറ്റി പൊതുവെ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്. കോൺക്രീറ്റിൻ്റെ റേഷ്യോ, കോൺക്രീറ്റിൻ്റെ മെറ്റൽ, അതിൻ്റെ എൻസാൻഡ് ചെറുതാണോ വലുതാണോ, അതുപോലെ കമ്പിയൊക്കെ എങ്ങനെ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന ഈ സൈറ്റിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സ്ഥലം, ആദ്യം ഇവിടെ ഈ സൈറ്റിൽ ഈ വീട്ടിൽ വിറകൊക്കെ വെച്ചിരുന്നൊരു വെറുമ്പരായിരുന്നു. പിന്നെ വീടിൻ്റെ ഉൾവശം സൗകര്യം കുറഞ്ഞത് കൊണ്ട് തന്നെ ക്ലയൻറ്റിന് ഇതൊരു വർക്ക് ഏരിയയും കിച്ചണൊക്കെ ആക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ റൂഫിലുണ്ടായിരുന്ന പഴയ ഓടൊക്കെ ഒഴിവാക്കി നമ്മൾ ഒരു റെഡിമെയ്ഡ് ലിൻഡൽ ബീം കൊടുത്തിട്ട് 3 ഹൈറ്റിൽ ഓൾറൗണ്ട് പടുത്ത് ഇന്ന് ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള കോലത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലെ 2.5 മീറ്റർ വീതിയും 3.5 മീറ്റർ നീളമാണ് ഇതിൻ്റെ ഉള്ളിലെ വീതി. നമുക്കിതിൻ്റെ സെൻറ്ററിങ് വർക്ക് ഇതിൻ്റെ പല എങ്ങനെ അടിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വീതി കുറഞ്ഞ 2 മൂലയിൽ ടോപ്പ് ലെവൽ ചെയ്തിട്ട് 2 റണ്ണറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മുട്ടുകൾ ഉപയോഗിച്ചിട്ട് ഈ നീളം കൂടിയ ഭാഗത്തേക്ക് 4 അഡ്ജസ്റ്റ്മെൻറ്റ് സ്പാനറിലാണ് ഇതിൻ്റെ മുട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് സെൻറ്ററിങ് ഷീറ്റ് നിരത്തി ടോപ്പ് ലെവലാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് പഴയ കാലത്തെ സെൻറ്ററിങ്ങിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ സെൻറ്ററിങ്ങിൽ ഫുള്ള് സാധനങ്ങൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സ്പാനറിന് ആകപ്പാട് ഒരു സ്പാനറിന് 3 മുട്ട കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പഴയ കാലത്തെ സെൻറ്ററിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പലക്ക് ആവശ്യം വരും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ ഫെസിലിറ്റിയും ഫാസ്റ്റായിട്ട് സെൻറ്ററിങ് വർക്ക് ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റിയ എല്ലാ എക്യുപ്മെൻറ്റ്സും നാട്ടിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മളിതിൻ്റെ മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കമ്പിയൊക്കെ കിട്ടി കാണാം. കുറച്ച് വലുപ്പത്തിലായി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു 70 സെൻറ്റ് ചാട്ടം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ 2 സൈഡിലേക്ക് 60 സെൻറ്റിയും ഇതിൻ്റെ ബാക്കിക്ക് ഒരു 20 സെൻറ്റ് ചാട്ടത്തിലാണ് ഇതിൻ്റെ പലയൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം ഈ കോൺക്രീറ്റിൻ്റെ മെയിൻ ഉറപ്പ് എന്ന് പറഞ്ഞാൽ കമ്പികളാണ്. നമ്മൾ ഈ ചെറിയ സ്ലേവൊക്കെ വാർക്കുമ്പോൾ, അതായത് സെപ്റ്റിക് ടാങ്കിൻ്റെ ബാത്റൂമിനൊക്കെ സ്ലേവ് വാർക്കുമ്പോൾ നമുക്ക് തന്നെ സിമ്പിളായിട്ട്, അതായത് ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ ഒക്കെ സ്ക്വയർ ടൈപ്പിൽ നമ്മൾ നെറ്റ് കെട്ടിക്കൊണ്ടൊക്കെ സ്ലേവൊക്കെ കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് സ്ലേവ് വാർക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ മെയിൻ വാർപ്പൊക്കെ ഇതേമാതിരത്തെ വാർപ്പുകളൊക്കെ ചെയ്യുമ്പോൾ 1 വേ 2 വേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഇതുമത്തെ, അതായത് ഇതിൽ കമ്പി കെട്ടിയ ഇതൊക്കെ ഒന്ന് കാണാം. വയറിങ്ങിന് ഒരു ഫാനിന് വേണ്ടി കൺസീൽഡ് ഒരു പൈപ്പ് കൊടുത്തത് നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ കവറിങ് ബ്ലോക്കൊന്നും ഇല്ല, അത് മെറ്റൽ തന്നെ കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കമ്പി വളഞ്ഞ് നിൽക്കുന്നത് കാണാം. അതാണ് ക്രാങ്ക് ബാർ, ബെൻഡപ്പ് ബാർ എന്ന് പറയും. അപ്പോൾ ഈ ക്രാങ്ക് ബാറിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിപ്പോൾ 2 അതായത് 1 വേൻ്റെ രീതിയിലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വീതി കുറഞ്ഞ ഭാഗം 2.5 മീറ്ററാണ്. അപ്പം L4 എന്നാണ് ഉപയോഗിക്കുക. അതായത് ഇതിൻ്റെ 4 ഒന്നാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്രാങ്ക് ബാർ കൊടുക്കുക. ഇത് ക്രാങ്ക് ബാർ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ്, അതായത് സ്ലേവിൻ്റെ സെൻറ്ററിൽ തളം വരില്ല, ആ തളം വരാതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാങ്ക് ബാർ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ അടുപ്പിൻ്റെ താഴത്തെ അടുപ്പായതുകൊണ്ട് അടുപ്പിൻ്റെ സ്ലേവ് 90 സെൻറ്റ് വീതിയും 1 മീറ്ററും 20 സെൻറ്റ് നീളത്തിലും സ്ലേവ് വാർത്തിരുന്നു. അപ്പോൾ അതേ ഗ്യാപ്പ് തന്നെ ഇതിൻ്റെ മുകളിൽ കൊടുത്ത് നമുക്കിവിടെ കാണാൻ കഴിയും. ഒരു സ്ക്വയർ ടൈപ്പിൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു സൈഡ് ഇത് ചിമ്മിണിക്കൂട് പടുക്കാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ സൈഡിൽ കൺസീൽഡ് ബീമും, ആ കൺസീൽഡ് ബീമിൽ നിന്ന് വേറെ ചെറിയൊരു ബീമും കെട്ടിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. അതായത് ഈ സ്ലേവ് കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചിമ്മിണിക്കൂട് പടുക്കുമ്പം ചിമ്മിണിക്കൂടിൻ്റെ ഒരു എൽ ഷേപ്പ് പടവ് ചുമരിൽ വരും. അത് മൂലയിലായതുകൊണ്ട് തന്നെ ബാക്കി ഒരു എൽ ഷേപ്പ് കോൺക്രീറ്റിൻ്റെ മുകളിൽ വരിക. അത് അതിൻ്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കൺസീൽഡ് ബീം, ചെറിയൊരു ബീം കൊടുത്ത് ഇവിടെ കാണാൻ കഴിയും. 3 കമ്പി ഇട്ടിട്ട് ആ കൺസീൽഡ് ബീമിൽ നിന്ന് നേരെ ഒരു ചെറിയൊരു ബീം ആ നീളത്തിനനുസരിച്ച് ആ കെട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസീൽഡ് ബീമിൽ ഇവിടെ 3 കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. കണ്ടോ, ആ 3 കമ്പിയിൽ നിന്നാണ് കറക്റ്റ് മറ്റേ കമ്പി ജോയിൻ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ഇഞ്ചിൻ്റെ സ്ലേവൊക്കെ ആണെങ്കിൽ കൺസീൽഡ് ബീം 3 ഇഞ്ച് ഹൈറ്റിൽ റിങ്ങൊക്കെ കിട്ടിയിട്ട് 4 കമ്പിയൊക്കെ 12ൻ്റെ 4 കമ്പി വെയിറ്റ് താങ്ങണ്ടെങ്കിൽ 12ൻ്റെ 4 കമ്പിയൊക്കെ ഇട്ടിട്ട് തന്നെ സെറ്റപ്പ് ആക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വലിയ വെയിറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് 3 കമ്പി ഇട്ടിട്ട് 12ൻ്റെ കമ്പി കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എപ്പോഴും കമ്പിൻ്റെ പണിയൊക്കെ എടുക്കുമ്പം നമ്മൾ ഈ ചെറിയ നമുക്കറിയാം പൊതുവേ ഒരുപാട് ആൾക്കാർ ഈ ഓപ്പൺ ഏരിയയിലൊക്കെ ബാത്റൂം ഉണ്ടാക്കാനൊക്കെ പിന്നെ ഓവർവ്യൂമ് കൊടുക്കേണ്ടൊക്കെ ഇത് വരലുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് ബാത്റൂമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ ഇടയിൽ തന്നെ ഒരു കൺസീൽഡ് ബീമൊക്കെ കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് ഓവർവ്യൂമ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിവിടെ കോൺക്രീറ്റ് വയ്ക്കാണ്ട് പണിയൊക്കെ വേഗം തീർക്കാനുള്ളതാണ്. അതിനുകൊണ്ട് കോൺക്രീറ്റ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടതാണ്. നമുക്കറിയാം ഇപ്പോൾ കോൺക്രീറ്റ് കുഴയ്ക്കാൻ തോണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ തോണി ഒരുപാട് കോൺക്രീറ്റൊക്കെ വയ്ക്കാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സർ മെഷീനും വേറെ സെറ്റപ്പൊക്കെ നാട്ടിലുണ്ട്. പക്ഷേ ഈ ചെറിയ കോൺക്രീറ്റ് ഒരു 10 ചാക്ക് 15 ചാക്ക് 20 ചാക്കിൻ്റെ കോൺക്രീറ്റൊക്കെ നമുക്ക് തോണി തന്നെ വലിയ ഉപകാരമാണ്. അതുപോലെ നമുക്ക് ചിമ്മിണിക്കൂട്, സൺസൈഡ്, സെൻറ്ററിങ്, ലിൻഡലൊക്കെ ചെയ്യാൻ വേണ്ടി പൊതുവെ നമ്മുടെ നാട്ടിൽ സെൻറ്ററിങ്ങാരൊക്കെ ഉപയോഗിക്കുന്നത് ഈ തോണി ഉപയോഗിച്ചിട്ടാണ്. ഈ തോണി ആദ്യമൊക്കെ
പലകൊക്കെ അടിച്ചിട്ട് അതിന് തോണിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇന്നത്തെ കാലത്ത് ഈ തോണിയൊക്കെ റെഡിമെയ്ഡ്, അതായത് കോൺക്രീറ്റിൻ്റെ തോണിയൊക്കെ ഇപ്പം നാട്ടിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ ഈ കോൺക്രീറ്റ് കുഴച്ചിടാനുള്ള ഷീറ്റ്, പിന്നെ നമ്മളെ ഷവല്, അഡ്ജസ്റ്റ്മെൻറ്റ് സ്പാനർ, മുട്ട്, സെൻറ്ററിങ് ഷീറ്റ്, എല്ലാ സാധനങ്ങളും ഇന്ന് നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വീട്ടിൽ ചെറിയ റൂമൊക്കെ കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഇതേമാതിരി നമ്മളതിൻ്റെ അളവെടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് സ്പാനർ കൊണ്ടുവന്നിട്ട് കയറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഷീറ്റ് കോൺക്രീറ്റിൻ്റെ ഷീറ്റ് നിരത്തിക്കാണ്ട് നമുക്ക് സിമ്പിളാക്കിയിട്ട് കമ്പിയൊക്കെ കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ സൈഡ് വെക്കാൻ വരെ സാധനം കിട്ടാണ്ട്. അതുപോലെ നമുക്കറിയാം ഇനി ഫില്ലറുകൾ, മുറ്റത്തൊക്കെ നമുക്ക് ഗേറ്റിനൊക്കെ ഫില്ലർ വെക്കുകയാണെങ്കിൽ ഫില്ലറിനൊക്കെ റെഡിമെയ്ഡ് ബോക്സ് 5 അടിൻ്റെ ബോക്സൊക്കെ ഫുൾ സെറ്റാണ്. അപ്പോൾ എല്ലാ സാധനം നാട്ടിൽ കിട്ടാണ്ട് നമുക്ക് കുറച്ച് ഐഡിയ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺക്രീറ്റൊക്കെ ഏകദേശം മുക്കാവൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ കോൺക്രീറ്റിൻ്റെ എവിടെ ലെവൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്ലൈൻറ്റ് നമുക്കിതിങ്ങനെ കുത്തി ഇറക്കണേ കാണാൻ കഴിയും. അപ്പോൾ ഈ കോൺക്രീറ്റ് ഇങ്ങനെ ഐറ്റമിൻ്റെ കമ്പിയൊക്കെ വെച്ച് ചട്ടയൊക്കെ വെച്ച് കുത്തി ഇറക്കണേക്കാട്ടി നല്ലത് നമുക്ക് ഒരു 50-100 രൂപ കൊടുത്തുകയാണെങ്കിൽ നമ്മുടെ കടകളിലൊക്കെ വൈബ്രേഷൻ മെഷീൻ കിട്ടും. ഈ വൈബ്രേഷൻ മെഷീൻ വെക്കുമ്പോഴുള്ള ലാഭം എന്താ വെച്ചാൽ, ഈ കോൺക്രീറ്റിലെ ചാറ് മൊത്തം പരന്ന് പിടിച്ചിട്ട് ഇതിന് ലീക്ക് ഉണ്ടാവില്ല, ഹോൾസുകളൊക്കെ അടയും. നേരെ മറിച്ച് നമ്മൾ കമ്പി കൊണ്ട് കുത്തിയാൽ ഒരിക്കലും ഹോൾസൊന്നും അടഞ്ഞു കിട്ടില്ല ഫുള്ളായിട്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ കോൺക്രീറ്റിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ ചായ കുടിച്ചാനൊക്കെ ഇറങ്ങുമ്പം കോൺക്രീറ്റ് ഒരിക്കലും ജോയിൻറ്റ് ആക്കാതെ വെക്കുക. അതായത് നമ്മൾ പണി പകുതിയാക്കി നിർത്തുമ്പോൾ കോൺക്രീറ്റ് റൂമിൻ്റെ സെൻറ്ററിലൊന്നും നിർത്തി വെക്കരുത്. കോൺക്രീറ്റ് എപ്പോഴും ഒന്നില്ലേ കെട്ടിൽ, അല്ലെങ്കിൽ ബീമൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഹാളൊക്കെയാണ് ബീമിൻ്റെ സെൻറ്ററിലൊക്കെ കൊണ്ടുവന്നിട്ട് നിർത്തുക. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റേ ക്രാക്ക് വരും. പിന്നെ ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത്, ഈ സ്ലേവ് ഫ്രണ്ടിൽ 4 ഇഞ്ച് കനവും ബാക്കിൽ 3 ഇഞ്ച് കനവും, ചെറിയ 1 ഇഞ്ച് കനത്തിലുള്ള സ്ലോപ്പിലാണ് ഞങ്ങൾ ഈ സ്ലേവ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ ഇപ്പം തന്നെ നമുക്ക് ചെയ്തോടത്തോളം ഏരിയ ഒരു തേപ്പ്, അതായത് തേപ്പിൻ്റെ മസാല കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇപ്പം തന്നെ ചെറിയൊരു കുമ്മായം പരത്തി നമുക്ക് ഒന്ന് ലെവൽ ചെയ്യുന്നത് കാണാൻ കഴിയും. പക്ഷേ ഇത് കൂടെ നമുക്ക് വേറൊരു കാര്യം പാടെ മനസ്സിലാക്കാണ്ട്, ഈ ചില വീടിൻ്റെയൊക്കെ സിറ്റ് ഔട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും, പ്ലെയിൻ സിറ്റ് ഔട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സിറ്റ് ഔട്ടൊക്കെ ആദ്യം ചെയ്തതിന് ശേഷമാണ് മെയിൻ വാർപ്പൊക്കെ ചെയ്യുക. അപ്പോൾ എന്താ നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലെയിൻ സിറ്റ് ഔട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റ് വളരുന്നതിന് ശേഷം അപ്പം തന്നെ ഒന്ന് സ്ലോപ്പാക്കി തേച്ചാൽ ആജീവനാന്തം അതിൻ്റെ ഉറപ്പായിരിക്കും. നേരെ മറിച്ച് നമ്മൾ തേക്കണ സമയത്ത് നനച്ച് ഗ്രൗട്ട് അടിച്ച് തേച്ച് കഴിഞ്ഞാൽ അത് വെയിൽ തട്ടി കഴിഞ്ഞാൽ പിന്നീട് പൊളിഞ്ഞു പോരും, ക്രാക്ക് വരും. അപ്പോൾ അതിലൂടെ വെള്ളം പോയിട്ട് ലീക്കാവും. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും പ്ലെയിനായിട്ട് എന്ത് ചെയ്യണോ അത് നമ്മൾ ഒന്ന് സ്ലോപ്പാക്കി തേക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ്. നമുക്ക് ഒരുപാട് കാര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് പറയണില്ല. പിന്നെ അതുപോലെ കോൺക്രീറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 ഇഞ്ച് 4 ഇഞ്ച് കനമുള്ള സ്ലേവുകൾക്ക് ഒരു ചട്ടി സിമെൻറ്റിന് 2 കൊട്ട മെറ്റൽ 1 കൊട്ട എംസാൻഡ് ഇട്ടുകൊണ്ടാണ് നമ്മൾ 3 ഇഞ്ച് 4 ഇഞ്ച് കനമുള്ള സ്ലേവിന് ഇടുക. ഇനി അതുപോലെ 2 ഇഞ്ചിൻ്റെ സ്ലേവാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1 കൊട്ട മെറ്റൽ കുറയ്ക്കാനാണ് നല്ലത്. കാരണം മെറ്റൽ കൂടിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് കനമില്ലാത്തതല്ലേ. അപ്പോൾ നമ്മൾ ഈ കമ്പി അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം പാടെ വരുമ്പോൾ മെറ്റൽ ലെവലിങ്ങിൽ മെറ്റൽ ഒരു ഡിസ്റ്റർബായിട്ട് വരും. അപ്പോൾ അതിനോണ്ട് 2 ഇഞ്ചിൻ്റെ സ്ലേവിന് എപ്പോഴും ഒരു ചട്ടിക്ക് 1 കൊട്ട മെറ്റലും 1 കൊട്ട എംസാൻ ഇട്ടിട്ട് മിക്സ് ആക്കുക. പിന്നെ നമുക്ക് കോൺക്രീറ്റിലുമാണെങ്കിൽ വാട്ടർ പ്രൂഫൊക്കെ ചെയ്യുക. പിന്നെ കോൺക്രീറ്റ് കുഴയ്ക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് കുഴയ്ക്കുക, അതിന് കറക്റ്റ് വെള്ളത്തിലൊക്കെ മിക്സ് ആക്കുക. പിന്നെ ഇപ്പോൾ ഇത് കണ്ടോ, ചിമ്മിണിക്കൂടിനുള്ള ബീഡിങ് വെക്കണ ഇവിടെ കാണാൻ കഴിയും. പിന്നെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യാതെ പിന്നെ പലക അടിച്ച് നമുക്ക് കോൺക്രീറ്റ് കഴിഞ്ഞ് പലക അടിച്ച് കണ്ട് ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം സിമെൻറ്റാണ്. ഈ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് കൂടിയ സിമെൻറ്റാണ് പൊതുവെ നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഗ്രേഡ് കൂടിയ സിമെൻറ്റ് നമുക്കറിയാം 2-3 സൈസ് ഗ്രേഡ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ സിമെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സിമെൻറ്റിൻ്റെ കടയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ 50 ആക്കുക 60 ആക്കുക വേണമെന്നുണ്ടെങ്കിൽ വണ്ടി കറക്റ്റ് സൈറ്റിൽ എത്തിച്ചു തരും. അപ്പോൾ അതിനോണ്ട് ആ കാര്യത്തിലൊന്നും പേടിക്കാനുള്ള ഇതില്ല. പിന്നെ സിമെൻറ്റ് കോൺക്രീറ്റിന് വേണ്ടി നല്ല വെള്ളമൊക്കെ ഉപയോഗിക്കുക, കെമിക്കൽ ഉപയോഗിച്ച വെള്ളം നിർക്കാതെ വെക്കുക. പിന്നെ ഈ ഒരു വാർപ്പ്, ഈ ഒരു സ്ലേവ് നമുക്ക് ആകപ്പാടെ 225 സ്ക്വയർ ഫീറ്റ് ആണുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ചിമ്മിണിക്കൂടിൽ 25 സ്ക്വയർ ഫീറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകപ്പാടെ 200 സ്ക്വയർ ഫീറ്റ്. ഈ 200 സ്ക്വയർ ഫീറ്റിന് 35 ഫുട്ട് മെറ്റലും ഒരു 18 ഫുട്ടോളം നമുക്ക് പൊടിയും എംസാൻഡ് തരിയുള്ള എംസാൻഡും ചിലവായിട്ടുണ്ട്. ഇപ്പം തരിയുള്ള എംസാൻഡ് അതായത് 3/4 ഇഞ്ച് മെറ്റലാണ് കോൺക്രീറ്റ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നമുക്ക് 12 ചാക്ക് സിമെൻറ്റ് മേൽ ഇതിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ കോൺക്രീറ്റൊക്കെ നല്ല നനച്ച് കൊടുക്കുക. ഒരാഴ്ച കോൺക്രീറ്റ് ഒരു ബണ്ടൊക്കെ കിട്ടിയാണ്ട് നനച്ച് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.